എൻ്റെ സഹോദരൻ ആട് വയ്ക്കാൻ പോയിരുന്നു. അവൻ 3 മാസം കഴിഞ്ഞപ്പോഴേ അവന് കഷ്ടപ്പാട് കൊണ്ട് അവിടെ അറബിയിലായിരുന്ന അടിയും കൊണ്ട് അവൻ ഇനി നാട്ടുകാർ പോകുന്നു. പിന്നെ ആ സിനിമയിലെ പാട്ടും ഇത് മാത്രമേ ഇത്തിരി ബോറായിട്ട് തോന്നിയുള്ളൂ. ജീവിതം നമുക്ക് പച്ച പിടിക്കാം എന്ന് കരുതിയാണ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. രാത്രി 12 മണിക്ക് ഷോ കണ്ടിട്ട് 3 മണിക്കാണെന്ന് വീട്ടിലെത്തി. അതിൻ്റെ അകത്ത് നിന്ന് 11 മണിക്ക് ഷോയിൽ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ ജീവിച്ച് തീർത്ത ജീവിതമാണത്. നജീബ് ക നല്ല പടം, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നോവലിനോട് ഏറെക്കുറെ നീതി പുലർത്തിയിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയമൊക്കെ അടിപൊളിയായിരുന്നു. നല്ല പടമായിരുന്നു, നന്നായിരുന്നു. പൃഥ്വിരാജിൻ്റെ അഭിനയം സൂപ്പറായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി അഭിനയിച്ചൊരു സിനിമ, നന്നായിട്ടുണ്ട്. എന്താ പറയാ, ഒന്നും പറയാനില്ല. ഒരുപാട് സൂപ്പർ സിനിമയായിരുന്നു. പടത്തെക്കുറിച്ച് പൃഥ്വിരാജ് അടിപൊളിയായിരുന്നു. പിന്നെ ഓസ്കാർ പടം ഭയങ്കര ഫീലുള്ള പടമാണ്. നമുക്ക് നമ്മളെ വിഷമങ്ങളൊക്കെ കേട്ടി വരും. നല്ലതായിരുന്നു. അടിപൊളിയായിരുന്നു. സൂപ്പർ. കൊള്ളാമായിരുന്നു. മൂവി വളരെ നല്ല മൂവി, നല്ല ഇംപ്രസീവ് പെർഫോമൻസ്. ഒരുപാട് ഡെഡിക്കേറ്റഡ് ആയിട്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് പൃഥ്വിരാജ് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായും മൂവിക്ക് കിട്ടും. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു മൂവി. അടിപൊളിയായിരുന്നു. പൃഥ്വിരാജിൻ്റെ മേക്ക് ഓവർ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. മാർവലസ്. പൃഥ്വിരാജിൻ്റെ അഭിനയം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായിരുന്നു. നോവലിനേക്കാളും അത് ഒരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ട്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല ഫോട്ടോഗ്രാഫിയാണ്, വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ സിനിമയിലെ പാട്ടും ഇത് മാത്രമേ ഇത്തിരി ബോറായിട്ട് തോന്നിയുള്ളൂ. വേറെ നല്ല മൂവിയാണ്. ഓരോ ചേഞ്ചും ബോഡി ചേഞ്ചും പുള്ളിയുടെ ആ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. സൂപ്പറായിരുന്നു പൃഥ്വിരാജിൻ്റെ അഭിനയം, പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര അഭിനയം. ബ്ലസ്സിയുടെ ഡയറക്ഷൻ സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു. സൂപ്പർ പടം, നല്ല പടത്തെക്കുറിച്ച് നല്ല പടം. കാരണം ഒരാളുടെ ജീവിത സാഹചര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള നല്ലൊരു ചിത്രമായിരുന്നു. നല്ല സിനിമ. കുടുംബ ജീവിതം. ഓരോ കുടുംബത്തിൽ നിന്ന് ഓരോരുത്തർ ഗൾഫിൽ കടവും തരവും മാച്ച് ഇരിക്കണ വീടും വിറ്റൊക്കെ പോണവരോ കിടന്ന് കഷ്ടപ്പെടുന്ന കഷ്ടപ്പാടുകൾ കാണുമ്പോൾ ദൈവം പോലും സഹിക്കില്ല. മക്കളെ, ഒരു കുടുംബത്തിലും ഇങ്ങനെ സംഭവിക്കരുത് ഒരിക്കലും. ഞാൻ കരഞ്ഞില്ല, എനിക്ക് വിഷമമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരാൾ പണ്ട് ഇതുപോലെ ആട് വളർത്തിന് പോയിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ദം കൊണ്ട് കിടന്ന് കഷ്ടപ്പാട്. എൻ്റെ സഹോദരൻ ആട് വയ്ക്കാൻ പോയിരുന്നു. അവൻ 3 മാസം കഴിഞ്ഞപ്പോഴേ അവന് കഷ്ടപ്പാട് കൊണ്ട് അവിടെ അറബിയിലായിരുന്ന അടിയും കൊണ്ട് അവൻ ഇനി നാട്ടുകാർ പോകുന്നു. സൂപ്പർ പടമായിരുന്നു. സൂപ്പർ പടം, വെരി ഗുഡ്. നല്ല സിനിമ. പൃഥ്വിരാജിൻ്റെ അഭിനയം വെരി വെരി സൂപ്പർ. പടത്തിൻ്റെ എടുത്ത് പറയാമെന്ന് വെച്ചാൽ അവരുടെ കുടുംബമായി ഇപ്പോൾ സാമ്പത്തികപരമായിട്ടും പിറകോട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതം എല്ലാവരും കണ്ടു പഠിക്കണമെന്നാണ്. അപ്പോൾ നമ്മൾ ഒരു ജീവിതം നമുക്ക് പച്ച പിടിക്കാം എന്ന് കരുതിയാണ് നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അത് കണ്ട് അവർ അതിനെ തിരിച്ചറിഞ്ഞ് നമ്മൾ എംബസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പുറത്ത് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതുപോലെ പലരും നമ്മളെ സാമ്പത്തികം നോക്കിയിട്ട് നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകുന്നവരുണ്ട്. പൊതുവെ ഭാഷ അറിഞ്ഞിട്ട് പോകുന്നതാണ് കൂടുതലും നല്ലതായിരിക്കും. വളരെ മികച്ച മൂവി, നല്ലൊരു മൂവി. വളരെ മികച്ച സിനിമാറ്റോഗ്രാഫി, നല്ല BGM. മൊത്തത്തിൽ ഒരു രക്ഷയില്ലാത്ത മൂവി. വിഷ്വലി പിന്നെ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, അഭിനയം ഒന്നും പറയാനില്ല. അത്ര നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തൊരു മൂവി. പടം നല്ലതാണ്. ഞാൻ ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് കയറിയ ഒരാളാണ്. ഇന്ന് രണ്ടാമത് വീണ്ടും കയറിയിരിക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ അവിടെയും പറഞ്ഞത് പുള്ളിക്കാരനടുത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡെഡിക്കേഷൻ ലെവൽ എത്രത്തോളം ഒരു ആർട്ടിസ്റ്റ് എങ്ങനെ ആവണം, ഒരു അഭിനേതാവെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അഭിനയത്തോട് തുരവുന്നത്. അത് മീൻസ് ഏത് ക്യാരക്ടർ കിട്ടിയാലും അതിൻ്റെ 101% അത് കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. അത് രാജുവേട്ടൻ അതിലൊരു കാര്യത്തിൽ 100% സക്സസ്ഫുള്ളാണ്. അപ്പോൾ പുള്ളി നേരിട്ടൊന്ന് കണ്ട് ഞങ്ങൾക്ക് ഹഗ് ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രണ്ടാണ്. അവന് ഞാനിവിടെ ഇത് ഞാൻ ഇവൻ ഫസ്റ്റ് ഇതാണ് വരുന്നത്. ഞാൻ ഇന്നലെ രാത്രി 12 മണിക്ക് ഷോ കണ്ടിട്ട് 3 മണിക്കാണെന്ന് വീട്ടിലെത്തി. അതിൻ്റെ അകത്ത് നിന്ന് 11 മണിക്ക് ഷോയിൽ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം കാണാനുള്ളൂ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, കാരണം രണ്ടാമത് കാണുമ്പോൾ നമുക്കൊരു വിങ്ങലയുടെ ഉള്ളിൽ തോന്നുന്നൊരു പടവും കൂടെ. രണ്ടാമത് കാണാൻ തോന്നില്ല എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല, ഒരു മനുഷ്യൻ ജീവിച്ച് തീർത്ത ജീവിതം ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്കത് ഉള്ളിൽ തട്ടുന്നൊരു സാധനമാണ്. അപ്പോൾ നമുക്കത് എത്രത്തോളം ഒരു പ്രവാസിക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നത് നമുക്ക് ഇവിടെ ജീവിക്കുന്ന നമുക്ക് മനസ്സിലാവില്ല. അതൊരു പ്രവാസിക്ക് തന്നെ അതിൻ്റെ വിഷമവും അത് യാതനകളും മനസ്സിലാവുള്ളൂ. എൻ്റെ സുഹൃത്ത് പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒരു മനുഷ്യൻ ജീവിച്ച് തീർത്ത ജീവിതമാണത്. നജീബ് ക അത്രേ പറയാനുള്ളൂ. അതാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. ഹാറ്റ്സ് ഓഫ് രാജുവേട്ടാ, ഹാറ്റ്സ് ഓഫ്.